നാളെ 10 മണിക്ക് വരൂ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല. എന്തിന്? മനോഹരമായ വീട്ടിൽ ഞങ്ങൾക്ക് താമസ സൗകര്യം തന്നതിന്. സ്ഥലത്തൊരു ബാങ്ക് ഉണ്ടായപ്പോൾ അതിലെ മാനേജർക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? അപ്പോ വാടകക്കാരി ഒന്നും പറഞ്ഞില്ലല്ലോ? അതൊന്നും പറയുന്നില്ല. രാജപ്പ, മുതലാളി കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. അലിയുടെ നല്ല ഫോറിൻ നാരങ്ങാവെള്ളമുണ്ട്, നല്ല സെന്റിന്റെ മണമാ. വേണ്ട. ഉദ്ദേശിച്ചത്ര ഡെപ്പോസിറ്റുകൾ വന്നു? അതിൽ കൂടുതലായി. ഈ ബാങ്ക് ഈ നാടിന്റെ ജീവനാടിയാണ്. എന്താ ഇത്ര താമസിച്ചത്? പുതിയ ബ്രാഞ്ചല്ലേ, കസ്റ്റമേഴ്സ് ധാരാളം, ആരെയും കണക്കരുതല്ലോ. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ വീട്ടിൽ ജോലി ചെയ്യാൻ എത്രയോ വന്നു? വന്നു. ശമ്പളം ഒന്നും പറഞ്ഞില്ല. വരീച്ച മുതലാളോട് ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യാം. വീട്ടിൽ നിന്ന് കത്തുണ്ട്. എന്റെ വീട്ടിന്നോ? അല്ല, എന്റെ വീട്ടിൽ നിന്ന്. അപ്പച്ചന്റെ പിണക്കമൊക്കെ മാറിയോ? എനിക്ക് എന്നാ അവരെയൊക്കെ ഒന്ന് കാണാൻ സാധിക്കാം. കത്തിൽ എന്താ വിശേഷങ്ങൾ? പ്രിയപ്പെട്ട തോമസ് കുട്ടി, സ്വത്തെല്ലാം അപ്പച്ചൻ മക്കൾക്ക് വീതിച്ചു കൊടുത്തു. നിനക്ക് വീടുമൊന്നും വെച്ചിട്ടില്ല. നിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. നേരിട്ട് വന്നു കണ്ടാൽ തരാതിരിക്കില്ല എന്ന് നിന്റെ അച്ചായൻ. എന്താ പെട്ടെന്ന് മുഖം മാറിയത്? ഞാൻ കാരണം? അതൊന്നും കാര്യമാക്കണ്ട. എനിക്ക് നീ മാത്രം മതി. ചായ കൊണ്ടുവരാം.
സ്കൂട്ടർ വരുന്നത് ഞാൻ കണ്ടില്ല. സാരമില്ല. നീ പോയി ചായ എടുത്തോണ്ട് വാ. അയ്യോ, ചായ ഒന്നും വേണ്ട. അത് പറ്റില്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാ മതി. പോമളെ, ചൂടായിട്ട് കൊണ്ടുവാ. എവിടെയാ വീട്? എങ്ങോട്ട് പോകുന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ വീട് കുമരകത്ത. ബാങ്കിലാ ജോലി. ഹൈറേഞ്ച് പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ബ്രാഞ്ചിന്റെ മാനേജറായിട്ട് എന്നെ നിയമിച്ചിരിക്കുക. അതിന്റെ കാര്യങ്ങൾക്കായിട്ട് പോയിട്ട് വരികയായിരുന്നു. ഏതായാലും കൂടുതൽ മുറിവൊന്നും ഉണ്ടായില്ല. കർത്താവ് രക്ഷിച്ചു. ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇതിലെ വരേണ്ടി വരും. അപ്പൊ കാണാം. ശരി മോനെ. സന്ധ്യ ആകുന്നതിന് മുമ്പ് റപ്പായി കളപ്പുരയിലേക്ക് പോയിക്കോളൂ. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ വരണം. ശനിയാഴ്ച അന്നയ്ക്ക് കൊടുത്തേക്കാനുള്ള എണ്ണ തയ്യാറാക്കിയിട്ടില്ല. ഞാൻ ഇന്ന് അതിന്റെ പണി തുടങ്ങാൻ എഴുതിയിരിക്കുകയായിരുന്നു. ഞാൻ താമസിക്കില്ല. എന്ത് പറ്റിയിടാ നിന്റെ കയ്യില്? സ്കൂട്ടറിൽ നിന്ന് വീണു. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ കുണ്ടാമണ്ടി കയറി നടക്കരുതെന്ന്. വീണ പറമ്പി തല കണ്ടുവെന്ന് വരില്ല. നിനക്ക് കാർ എടുത്തോണ്ട് പോക്കൂടി. അത് ശരിയാ, കാറാവുമ്പോ അതിന്റെ ഒരു ക്യാമറ വേറെയാ. പിന്നെ മറ്റേ കാര്യം തോമസോട് പറഞ്ഞു. എന്താ അപ്പച്ച? നിന്റെ കല്യാണക്കാര്യമാണ്. വാഴപ്പള്ളിയിലെ മോളിക്കുട്ടിയെ നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ചിരിക്കും. നല്ല പെൺകുട്ടി, നല്ലൊരു തുക സ്ത്രീധനവും കിട്ടും. പെണ്ണിന്റെ വീട്ടുകാർക്കും വലിയ താല്പര്യമാണ്. എന്താണ് നിന്റെ അഭിപ്രായം? അപ്പച്ചന്റെ ഇഷ്ടത്തിൽ കവിഞ്ഞ് അവനെന്താണുള്ളത്? അത് തോമസൂട്ടി 75 രൂപയും അതിനൊത്ത ആഭരണവും കിട്ടും. 50 നോമ്പ് കഴിഞ്ഞാൽ ഉടനെ നോക്കാൻ നടത്തിക്കളയാം. അത് തന്നെയാ എന്റെയും ഉദ്ദേശം. ഈ ആഴ്ച തന്നെ കല്യാണം ഉറപ്പിക്കാം. നാണം കൊണ്ടാ. ഉറപ്പായിച്ചേട്ടാ, അപ്പച്ചനോട് ആ കല്യാണം ആലോചിക്കണമെന്ന് പറഞ്ഞേക്കും. എന്താ കാര്യം? ഒന്നുമില്ല, ആ കല്യാണം എനിക്ക് ഇഷ്ടമല്ല. അമ്മയില്ലേ ഇവിടെ? അമ്മ പാടത്ത് പോയിരിക്കാണ് നെല്ല് നോക്കാൻ. വരാൻ താമസിക്കോ? ഇപ്പൊ വരും, കയറിയിരിക്കൂ. കുടിക്കാൻ വല്ലതും കൊണ്ടുവരട്ടെ? ഇപ്പൊ വേണ്ട. സാരമില്ല, ഞാൻ കൊണ്ടുവരാം. നാരങ്ങനുള്ള. ഇതെന്റെ അനിയത്തി ഉഷ, കോളേജിൽ പഠിക്കുന്നു. ഉഷേ, ഇദ്ദേഹമാണ് അന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ്. മനസ്സിലായി, ആക്സിഡന്റ് വല. ചുമ്മാരിക്കും. ഞാനെന്താ തെറ്റായിട്ട് വല്ലതും പറഞ്ഞു? ആക്സിഡന്റ് വല അല്ലേ സാർ? ശരിയാണ്. ആ ഉഷയുടെ സബ്ജക്ട് എന്താ? കണക്ക്. ചേച്ചി സയൻസ് എടുത്ത് ജയിച്ചിട്ട് 2 വർഷമായി. നോ വേക്കൻസി, നോ ജോലി. കണക്കിന് ജോലി കിട്ടാതിരിക്കില്ല അല്ലേ സാർ? ആ ചിലപ്പോ കിട്ടും. ബാങ്കിലോ മറ്റോ ആണെങ്കിൽ സാർ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണേ. ഉഷേ, ഒന്ന് നിർത്തൂ ഉഷേ. ഈ ചേച്ചിക്ക് ആരോടെങ്കിലും മിണ്ടാൻ പേടിയാ. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണോന്നുണ്ടോ അല്ലേ സാർ? അമ്മ എത്തിയില്ലല്ലോ. ഇപ്പൊ വരും. പാടത്തേക്ക് പോയിരിക്കണോ? അതെ. എന്നാ ഞാൻ പോയി വിളിച്ചു തരാം. ബുദ്ധിമുട്ടുണ്ടാ? ഞാൻ പോയിട്ട് പിന്നെ വരാം. ചുമ്മാ ആയിരിക്കണം സാർ. ഇരിക്കൂ.
മോളിക്കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം കൂടി പറയൂ. അവൾക്ക് സൗന്ദര്യമില്ലേ, സ്വഭാവശുദ്ധിയില്ലേ, വിദ്യാഭ്യാസമില്ലേ? എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ വേറൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തുപോയി. സ്ത്രീധനം 75,000 കിട്ടുമോ? ഇല്ല. 60? ഇല്ല. പോട്ടെ, ഒരു 50,000 ഇല്ല. ചിലപ്പോ ഒന്നും കിട്ടിയൊന്നും വരില്ല. പിന്നെ ധർമ്മക്കാരിയാണോടാ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്? അത്രയ്ക്ക് അവപ്പതിച്ചിട്ടില്ലടാ ഈ കുടുംബം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ്. ചക്കാത്തിൽ ഒരവളും അത് അനുഭവിക്കണ്ട. അപ്പച്ചൻ എന്ത് പറഞ്ഞാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാറ്റമില്ലാത്ത തീരുമാനമാണോ? അതെ. എങ്കിൽ നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം, കല്യാണം കഴിച്ചാൽ അവളെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരരുത്. അവൾക്കോ നിനക്കോ ഈ വീട്ടിൽ ഒരു അവകാശവും ഉണ്ടായിരിക്കും. വേണ്ട. പക്ഷെ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് അവിടെ തന്നെ ആയിരിക്കും. കിനാവിൽ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി വികാരം താളം ചേർക്കും മൗനം ഗാനമായി. കിനാവിൽ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി വികാരം താളം ചേർക്കും മൗനം ഗാനമായി. മോഹം നൽകും തേൻ കനി വാങ്ങുമ്പോൾ കാലം എന്നും കാവൽ നിൽക്കുമോ? കിനാവിൽ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി വികാരം താളം ചേർക്കും മൗനം ഗാനമായി. നിറം ചാത്തുമാത്മാവിൻ സുഖങ്ങൾക്ക് പിന്നിൽ നിൻ വിടർന്ന കിനാക്കൾ തൻ സ്വരങ്ങളല്ലേ. നിറം ചാത്തുമാത്മാവിൻ സുഖങ്ങൾക്ക് പിന്നിൽ നിൻ വിടർന്ന കിനാക്കൾ തൻ സ്വരങ്ങളല്ലേ. ഏതെന്റെ ഓർമ്മകൾ മിഴിവേകും വേളയിൽ ഹൃദയം വിമോഹമായി പാടുകില്ലേ. കിനാവിൽ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി വികാരം താളം ചേർക്കും മൗനം ഗാനമായി. ചിരി തൂക്കി നിൽക്കുമ്പോൾ യുഗങ്ങൾക്ക് മുന്നിൽ നീ ഒരു സ്വപ്നരേണു പോൽ വിടരുകില്ലേ. ചിരി തൂക്കി നിൽക്കുമ്പോൾ യുഗങ്ങൾക്ക് മുന്നിൽ നീ ഒരു സ്വപ്നരേണു പോൽ വിടരുകില്ലേ. മോഹങ്ങളേകുന്ന പൊന്മണി വീണനിൻ കതിർച്ചൂടുമാത്മാവിൻ കാവ്യമല്ലേ. കിനാവിൽ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി വികാരം താളം ചേർക്കും മൗനം ഗാനമായി. മോഹം നൽകും തേൻ കനി വാങ്ങുമ്പോൾ കാലം എന്നും കാവൽ നിൽക്കുമോ? കിനാവിൽ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി വികാരം താളം ചേർക്കും മൗനം ഗാനമായി.
എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. ഓർത്തതൊക്കെ മതി, ചായ കുടിക്കും. കുളിക്കണ്ടേ? എന്റെ പെട്ടിന്റെ കാശെടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ അമ്മയാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. പ്ലാനൊന്നും വേണ്ട. നിന്റെ തന്തയായിരിക്കും കൊടുത്തത്. എന്റെ ഷർട്ടിന് നിങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് ചിട്ടി നടത്തി ഉണ്ടാക്കുന്ന പൈസയാ. കണ്ട പെണ്ണുങ്ങൾ കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ആർക്ക് കൊടുക്കും പറയണേ? നിങ്ങൾ എന്തിനാ എലേവയ്ക്ക് മോതിരം വാങ്ങി കൊടുത്തത്? മോതിരോ? അതിന്റെ കാശ് അവൾ തന്നതാ ഭാർഗവി. ബാങ്കിൽ പണയം വന്ന മോതിര. ഞാനൊരു പരോപകാരം ചെയ്തല്ലേ. പരോപകാരം ചെയ്യുമ്പോ പണം എന്റെ പെട്ടിന്ന് എടുക്കണോ അല്ലേ? ശരി, ഇപ്പൊ ഞാനത് എടുത്തു തന്നെ വെക്കും. നീ എന്തോ ചെയ്യും? നിങ്ങളെ ഈ വീട്ടിൽ പുറത്താക്കും. കയ്യെടുക്കേ. എടി, ഞാൻ കരാട്ടയാണ് കേട്ടാ. എടി, പ്ലാനൊന്നും വേണ്ട. ഇത് തൊഴിലാളി വർഗമാണ്. മരണം വരെ പ്ലേ കാർഡ് പിടിച്ച് ഞാൻ സമരം ചെയ്യും. എന്തെങ്കിലും ചെയ്യും. ഭാർഗവി മൂർധാബാദ്, ഭാർഗവി മൂർധാബാദ്. വർഗശത്രുക്കളെ ഒറ്റപ്പെടുത്തുക, വർഗശത്രുക്കൾ ഒറ്റപ്പെടുത്തുക. കള്ളച്ചിട്ടി മൂർധാബാദ്. മരണം വരെ സമരം ചെയ്യുക, സമരം പടി, മരണം വരെ സമരം ചെയ്യുക. മാമിച്ചേർത്തി, ടിഫിൻ റെഡിയായില്ലേ? പലഹാരമൊക്കെ റെഡിയായി. ചായക്ക് പാല് കിട്ടിയില്ല. ആ പാലുകാരൻ ചെറുക്കനെ ഒട്ട് കാണുന്നുമില്ല. മാമിച്ചേർത്തി ഒന്ന് പോയി നോക്ക്, വേഗം വേണം, സാറിന് പോവാൻ സമയമായി. എന്നാലും എന്റെ ഗോപി, ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. മാത്രം വേണ്ട, എനിക്ക് പോണം. ഓ, എന്നോട് ദേഷ്യമാണോ? കൊച്ചു കള്ളൻ. ഇവിടെ നിൽക്കേ. വേഗം വേണം. നിക്ക് ഗോപി. തുറക്ക്. തുറക്കു ഗോപി. ആരോടും പറയരുത് കേട്ടോ. വയ്ക്കും. ഷർട്ട് 2 പോരെ? മതി. നാളെ തന്നെ മടങ്ങില്ലേ? ചിലപ്പോ ഒരു ദിവസം കൂടി വൈകുന്നു വരും. വേഗം വരണം. ഈ ബാങ്കിൽ ഒരു മട്ടൺ ഫ്രൈ കൊണ്ടുവരുമ്പോ ഞാൻ ചമ്മന്തി സാറേ. സാറോ? ആരെ? സാറോ? എന്താ കാര്യം? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി നടക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനല്ല. അപ്പന്റെ നാട് കീഴ്വായ്പൂരാ, അമ്മയുടെ മൂത്രയ്ക്ക്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എനിക്കിവിടെ പറയത്തക്കുള്ള പരിചയക്കാരാരുമില്ല. അപ്പൊ കേട്ടു സാറിന്റെ ബാങ്കിൽ പശുവിന് ലോൺ കൊടുക്കുന്നു. പശുവിന് ലോൺ കൊടുക്കുകയല്ല, പശുവിനെ വാങ്ങുന്നവർക്കാ ലോൺ. അത് തന്നെ. എനിക്കൊന്ന് രണ്ട് നല്ല പശുക്കളെ വാങ്ങിക്കണം. ആ ലോണൊന്ന് ചെറുപ്പിടിച്ച് തരണം. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അയ്യോ, മിശുരാകമ്പരാൻ ഓർത്ത് അങ്ങനെ പറയരുത്. നാട്ടിലുള്ളവർ ലോൺ 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 എന്ന് പറഞ്ഞാൽ എന്റെ പിന്നാലെ കൂടി ഇരിക്കുക. സാറാണെങ്കിൽ എല്ലാ ചുമതലയും എന്നെ ഏർപ്പാട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സാറിനെ കാണാൻ തന്നെ വന്നത്. മാനേജർ അദ്ദേഹത്തെ എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. രാജപം പറഞ്ഞ വിട്ട് അങ്ങേർക്ക് വേറൊന്നുമില്ല. ഇന്നലെ തന്നെ ഒരുത്തൻ ഒരു 500 രൂപ എന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പറഞ്ഞു ഞാൻ ലോൺ വേണമെന്ന്. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് മനസ്സിലാവണില്ല. താൻ എന്താ പറയണേ? അയ്യോ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. എന്നാലും എന്നെ കൊണ്ട് ആവുന്ന വിധത്തിലൊക്കെ ചെയ്തു തരാം. ഇതിലെന്താ? എണ്ണയാണ്. മണ്ണെണ്ണ? അല്ലല്ല, നല്ല ഒന്നാം തരം എള്ളെണ്ണ. ഇപ്പൊ ആട്ടിക്കൊണ്ടുവരുന്ന വഴിയാ. കുറെ നാളായി എണ്ണ തേച്ച് കുളിച്ചിട്ട്. ഭാർഗവി, ഈ ചെറിയ എണ്ണപ്പാട്ടെടുത്ത് അകത്ത് വെച്ച്. എണ്ണ പാട്ടയോടുകൂടി വേണോ? ഊറ്റി പറഞ്ഞാ പോരെ? പ്ലാനൊന്നും വേണ്ട, പാട്ടയോട് കൂടി തന്നെ ഇരിക്കട്ടെ. താനേ എന്നെ സൗകര്യമായിട്ടൊന്നും ഒന്ന് കാണ്. ഞാനിപ്പോ ബാങ്കിൽ പോവാ. മനസ്സിലായില്ലേ? മനസ്സിലായി കാണും. പാട്ട ലോൺ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇതെന്താ ഇവിടെ സമരാ അതോ കുത്തിരിപ്പ് സത്യാഗ്രഹോ? പശുവിനെ വാങ്ങാനുള്ള ലോണിന്റെ അപേക്ഷയായിട്ട് വന്നാ സാറേ. ഓ നമസ്കാരം. മാനേജര് കോംപ്രമൈസിന് പോയിരിക്കുക. അപേക്ഷ എല്ലാം നോക്കാൻ എന്നെ ഏർപ്പാട് ചെയ്തിരിക്കുക. ഇത് കീറിയുണ്ടല്ലോ. ഇത് കുറെ ഉണ്ടല്ലോ വണ്ടാറെടുക്കാൻ. പിന്നെ ആളൊന്നിന് 10 രൂപ വീതം ചെലവ് വരും. അതെന്തിനാ? പ്ലാനൊന്നും വേണ്ട. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, പശുവിനെ നോക്കണം, പോത്തിനെ നോക്കണം, എരുമനെ നോക്കണം. ഇതിനൊന്നും ചെലവില്ലേ? അതെന്തിനാ? ഉണ്ടായിച്ചിട്ടു. വാ.
കുറവുണ്ടോ കുഞ്ഞ്? ഒരു കുറവില്ല, വേദന കൂടി കൂടി വരുന്നു. സാറ് പോയ പിന്നെ ആഹാരം ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാ. അമ്മ, അതൊന്നുമല്ല, എന്തോ അസുഖമാണ് എനിക്ക്. ഹലോ, അകത്തുണ്ട്, ഓപ്പറേഷനാ. എന്താ അസുഖം? സാറ് വിഷമിക്കണ്ട, അപ്പൻഡിസൈറ്റിസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഞാൻ റൂമൊന്ന് ശരിയാക്കട്ടെ? ഓ, ഉണരുമ്പോ ഞങ്ങളെ വിളിക്കണം. സാറേ, സാറേ, ഇവിടെ ആരും ഇല്ലേ? എന്താ വേണ്ടത്? എന്നോട് പറയൂ. ബാങ്കിൽ സാറില്ലേ ഇവിടെ? എന്താന്ന് പറയൂ. ഒരു ലോണിന്റെ കാര്യത്തിനാ, നേരിട്ടൊന്ന് കാണണമായിരുന്നു. സാറ് നാളെ വരത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ തനിച്ച. എന്നാ ഞാൻ പിന്നെ വരാം. അയ്യോ, പോവാമോ? നിൽക്കൂന്നേ. ഇതെന്തിനാ? കഴിച്ചു. സ്നേഹം കൊണ്ടാ. ആരോട് പറയരുത് കേട്ടോ. ആരോട് പറയില്ല കേട്ടോ, ശൃംഗാരക്കുറെ. എന്നാൽ കൈ തന്നെ ഇരിക്കട്ടെ. ഉടനെ പോണോ? രണ്ടു ദിവസത്തേക്ക് ജ്യൂസും മറ്റും കൊടുത്താൽ മതി. അത്യാവശ്യം ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയിക്കോളും. ഇവിടെ ആരും ഇല്ലാതെ. സാരമില്ല, ഉച്ചയ്ക്ക് വന്നാൽ മതി. ആ, അത് അമ്മച്ചി വിഷയം വരുന്നു. എന്താ മോളെ? ഒന്നുമില്ല അമ്മച്ചി. ഓ, ടെലിഗ്രാം കിട്ടിയപ്പോ ഞാൻ ഭയന്നു പോയി. പെട്ടെന്നൊരു വയറ്റുവേദന വന്നു, ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. ദൈവം സഹായിച്ചു. ഉഷ വഴിനീള കരച്ചിലായിരുന്നു. എന്തിനാടി കരയുന്നത്? വാ. മണ്ടി വീണ്ടും കരയുന്നു. പണ്ടും ഇങ്ങനെയാവും. ചേച്ചിക്കൊരു തലവേദന കേട്ടാ മതി, അപ്പ കണ്ണു നിറയും. എനിക്ക് ധൈര്യമായിട്ട് ബാങ്കിൽ പോകാമല്ലോ. മോൻ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. മോളെ, വീട്ടിലാരുണ്ട്? മാമിച്ചെടുത്തി. എന്താ മാമി ഇങ്ങനെ നോക്കുന്നത്? സ്നേഹം കൊണ്ടാ. അയ്യോ, മാമിയുടെ സ്നേഹം അറിഞ്ഞുകൊണ്ടാ ഈ നേരത്തെ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. സാറ് വിളിച്ച്, എടാ രാജപ്പാ, നീ വീട്ടിൽ നിന്ന് ചോറ് വാങ്ങി ആശുപത്രി കൊണ്ട് കൊടുക്കേന്ന് പറയേണ്ട താമസം ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. ഞാനാണെങ്കിൽ ഒരു കൂട്ടില്ലാണ്ടിരുന്ന് വിഷമിക്കുകയായിരുന്നു. ആ പാലുകാരൻ ചെറുക്കനെ വിളിച്ചിട്ടേ നിന്നില്ല. ഏത് പാലുകാരൻ? മാമിക്ക് എപ്പ സ്നേഹിക്കണമെന്ന് തോന്നുന്നു അപ്പൊ എന്നെ വിളിച്ചാ മതി. രാജപ്പൻ ചേട്ടന് അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? മാമിക്ക് വേണ്ടി വന്നാൽ ഞാൻ എന്റെ ജോലി വരെ വലിച്ചെറിയില്ലേ? എന്റെ ഭാര്യ എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ ഡിസ്ചാർജ് ചെയ്യില്ലേ? എന്നാ രാജപ്പൻ ചേട്ടൻ വാ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേ.
പറയല്ലേ. ശർക്കരയോ? എന്നാ കുറച്ച് ചൂടുവെള്ളവും കുറച്ച് കാപ്പിപ്പൊടിയും കൂടി എടുത്തോ. അപ്പൊ നീ കാപ്പി ഉണ്ടാക്കി കുടിക്കാമല്ലോ. മാമി എന്നാ രായപ്പച്ചേട്ട അപ്പുറത്തേക്കില്ലേ, ഞാൻ ചോറ് എടുത്തോണ്ട് വരാം. ഭഗവാനെ, ഇതൊരു പരീക്ഷണം തന്നെയാണ്. ചേച്ചി, എനിക്കൊരു ജോലിയുടെ കാര്യം ചേട്ടനോട് പറയണം. ആദ്യം റിസൾട്ട് അറിയട്ടെ. അറിയാനൊന്നുമില്ല, ഫസ്റ്റ് ക്ലാസ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് തീർച്ച. വരും. കിടന്നോളൂ. ഓപ്പറേഷൻ പെട്ടെന്നായിരുന്നു അല്ലേ? അതെ, ഇതെന്റെ അമ്മച്ചി, എന്റെ അനിയത്തി. നമസ്കാരം. എപ്പോഴെത്തി? രാവിലെ. അമ്മച്ചി, ഇദ്ദേഹമാണ് വരീച്ച മുതലാളി, നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ. ആ കെട്ടിടം കിട്ടിയത് വലിയ ഭാഗ്യമായിപ്പോയി. തോമസ് വന്നില്ലേ? ബാങ്കിൽ പോയി, ഇപ്പൊ വരും. ഇരിക്കൂ. പിന്നെ സാറിന്റെ മുമ്പിൽ ചെന്ന എന്നോട് പെരുമാറുന്നത് പോലെ തന്നെ വിനയപൂർവ്വം അദ്ദേഹത്തിനോടും പെരുമാറണം. മനസ്സിലായില്ലേ? എല്ലാ വിവരവും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം അങ്ങേര് അറിയരുത്. പിന്നെ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും നമുക്ക് കാണേണ്ടി വരും. ഓർമ്മയുണ്ടല്ലോ? അവിടെ നിൽക്ക്. ഡോണ്ട് വറി. സാർ രായപ്പ, കൈതാത്ര ഇവിടെ. എന്താ വേണ്ടത്? ആ പശുലോണിന് എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടി വന്നിട്ടുണ്ട്. പാവമാണ്, എങ്ങനെയെങ്കിലും അതൊന്ന് സംഘടിപ്പിച്ചു കൊടുത്താൽ ആ പാവം പിഴച്ചു വെക്കോളൂ. എടോ, വരാൻ പറയും. ഓ, പ്രശ്നം സോൾവ്ഡ്. വാ. ഈശോയ്ക്ക് കാര്യം സ്തുതിയായിരിക്കട്ടെ. ഇവിടെ കുഞ്ഞു പോയ ദേഷ്യത്തിന് അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അല്ലി ഓടിച്ചു. ഞാനിപ്പോ ഇവിടെ ചില എണ്ണ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. എന്നാ പിന്നെ ഇനി രാജപ്പന്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് പോവാലോ. വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഒന്ന് കുളിച്ചിട്ട് കഞ്ഞി കൊണ്ട് ആസ്പത്രി ചെന്നിരിക്കെ. ഞാൻ ആ ത്രേസ്യാമ്മയോട് നമ്മുടെ വീടൊന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ട് വരാം. പെട്ടെന്ന് എനിക്ക് പോകുന്നതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്മച്ചിങ്ങ് വരണം. രാത്രിയിൽ ആശുപത്രിയിൽ ചെന്നിരിക്കാൻ എനിക്ക് പേടിയോ. അപ്പോഴേക്ക് ഞാൻ എത്തും. നീ അതുവരെ ചെന്നിരുന്നാ മതി. നിങ്ങളൊരാളാണോ? നാട്ടുകാരനെ കൈക്കൂലി മേടിച്ച് നടക്കും. സ്വന്തം വീട്ടിലേക്ക് ചില്ലിയ കാശിന് കാര്യമുണ്ടോ? എടി എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ല, പിന്നെ എന്റെ ഈ മുഖം കാണാൻ യാതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ കാണാൻ വലിയ ഭംഗിയാ. ആ മീനാക്ഷി ചേച്ചി പറയുന്ന കേട്ടപ്പോ ഞാൻ ആകെ കൊച്ചായി പോയി. അവൾ എന്താടി പറഞ്ഞത്? നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ പശുവിനെ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കൊന്നിനെ വാങ്ങി തന്നില്ലല്ലോ ഒന്നും. എനിക്ക് പശുവിനെ വാങ്ങലല്ല ജോലി. ബാങ്കിൽ നിന്നും ലോൺ കൊടുക്കുന്നു, വാങ്ങുന്നവർ പശുവിനെ വാങ്ങുന്നു. നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ലോൺ കിട്ടില്ലേ? കിട്ടിയാൽ നീ എന്തോ തരും. കിട്ടട്ടെ. ഇത് രാജപ്പനാണ്, കിട്ടും, വാങ്ങും. നീ ആ ചാക്കങ്ങെടുക്ക്. ചാക്കോ? പ്രാനൊന്നും വേണ്ട, നീ ചാക്കെടുക്ക്. അടി കിട്ടും, വാങ്ങും. ആരുമില്ലേ ഇവിടെ? ഞാനാ രാജപ്പനാ. അനീത് വന്നത് സാറ് പറഞ്ഞിരുന്നു. ഒന്നെടുത്തു വെപ്പിച്ച്. എന്താ ഇത്? എന്റെ ഒരു സന്തോഷത്തിനാ. എന്റെ ഈ വലത്തെ കൈ കൊണ്ട് നട്ട് നനച്ച് തഴച്ചു വളർത്തിയതാ. കുറച്ച് കപ്പയും പയറുവാ. ഇപ്പൊ വേണ്ടായിരുന്നു. അത് ശരിയാ. അങ്ങനെ പറഞ്ഞാൽ ഒക്കുവോ? ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ്
തോമസ് കുട്ടി സാറിനെ പോലെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ വരണത്. അദ്ദേഹത്തിന് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ മനുഷ്യരാണോ? ഇതെടുത്ത് വെപ്പിക്ക്. സാറെത്തിയോ? താനെന്താ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഭാർഗവി വീട്ടിൽ കപ്പ കുറയ്ക്കുന്നു. എന്നാ കുറച്ച് സാറിനും കൂടി കൊണ്ടുവരാമെന്ന് വെച്ചു. കേട്ടോ സാറേ, ഞാൻ എന്റെ ഈ വലത്തെ കൈ കൊണ്ട് നട്ട് നനച്ച് തഴച്ച് വളർത്തിയതായത്. ആർക്കറിയാം. പക്ഷേ മാമിച്ചേരത്തെ വിളിച്ച് ഇതെടുത്ത് അകത്തോണ്ട് വയ്ക്കാൻ പറ. പിന്നെ സാറേ, ഒരു ഉപകാരം ചെയ്യും. അത് നേരത്തെ മനസ്സിലായി. എന്താ? ഭാർഗവി എന്നെ അവിടെ കെടുത്തി പൊറിപ്പിക്കുന്നില്ല. ആ പശു ലോണൊന്ന് അവൾക്കും മേടിച്ചു കൊടുക്കണമെന്ന് ബാങ്കിൽ വെച്ച് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാവർക്കും രാജപ്പനോട് അസൂയ. ശരി, നോക്കട്ടെ. രാജപ്പൻ പോയിക്കോ. മാമി, ഓ മാമീനെ ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇങ്ങനെയുണ്ട് ഒരു സ്ഥിതി. കണ്ണടച്ചാ മാമി, കണ്ണു തുറന്നാ മാമി, ഉറങ്ങിയാ മാമി, ഉറങ്ങിയില്ലെങ്കിൽ മാമി, എല്ലാം മാമി മയം. ചുമ്മാ എന്നെ കളിയാക്കാൻ പറയുക. പിന്നെ ദൈവത്താനല്ല, പണ്ട് വീട്ടുകാർ നിർബന്ധിച്ച് ആ ശ്രീകരത്തിന് എന്റെ തലയെ കെട്ടി വെച്ചില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് മാമി എന്റെ ഭാര്യയാക്കിയാണ്. എന്റെ അമ്മയാണത്. എനിക്കിതാ ഇഷ്ടം. കല്യാണം കഴിച്ചാലേ കെട്ടിയവൻ പറയുന്നത് കേട്ട് ജീവിക്കണ്ടേ? അത് ശരിയാ. നല്ല എണ്ണം പറഞ്ഞ മിലിറ്ററിക്കാരൻ ഔസേപ്പച്ചൻ എന്നെ കെട്ടാൻ വന്നതാ. ഞാൻ പറഞ്ഞേ കല്യാണം കഴിക്കാൻ എനിക്ക് നാണോ വന്നു. മാമിയുടെ ജോലികളൊക്കെ എപ്പോഴാ കഴിയുക? മാമിയുടെ ജോലികളൊക്കെ എപ്പോഴാ കഴിയുക? വൈകുന്നേരമാവും. എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോകാം. അയ്യോ, വീട്ടിലെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ചെന്നില്ലെങ്കിലേ അവരെന്നെ പുറത്താക്കും. ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോരാ. അയ്യോ, ആരെങ്കിലും കണ്ടാലേ ചീത്ത പേരാകും. പിന്നെ ആരോടും പറയല്ലേ. എന്നാ രാജപ്പഞ്ഞാട്ട് പോയിക്കോ. എനിക്ക് അവിടെ കുറെ ജോലിയുണ്ട്. ചേട്ടാ, ഞാനിവിടെ ഉണ്ട്. ചേട്ടാ, ഞാൻ ചേട്ടനെ താഴെ മുഴുവൻ അന്വേഷിക്കുന്നു. അതിനുള്ളിൽ ഇങ്ങെത്തിയോ? അമ്മച്ചിയോടെ? അമ്മച്ചി വീട്ടിലേക്ക് പോയി. കുളിച്ചിട്ട് ചെല്ലാനും പറഞ്ഞ് ചേച്ചി എന്നെ അയച്ചതാ. കുളിച്ച് മട്ടില്ലല്ലോ. ഞാൻ പിന്നെ കുളിച്ചോളാം. മുഖത്ത് കരിയ. റിസൾട്ട് എന്നറിയും. 2 ആഴ്ച കഴിയും. റിസൾട്ട് അറിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിയായി. അതെന്താ? നിനക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? പോയേട്ടാ. എടി ഇതോടെ കൊണ്ടു. ഉഷക്കുഞ്ഞേ, ഉഷക്കുഞ്ഞേ. ആ, ചോറും കറിയും എടുത്ത് പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാനുള്ള പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോട്ടെ? അമ്മച്ചി പറഞ്ഞത് മാമിച്ചേർത്തി ഇന്ന് അയക്കേണ്ടെന്നാണ്. അയ്യോ, അത് പറ്റത്തില്ല കുഞ്ഞെ. ഇന്ന് എന്റെ കുറെ സ്വന്തക്കാർ വന്നിട്ടുണ്ട്. ചെന്നില്ലെങ്കിലേ അപ്പനും അമ്മയും പിന്നെ അങ്ങോട്ട് കേറ്റത്തില്ല. നാളെ അത് രാവിലെ ഞാനിങ്ങി വരാം. നല്ല മഴക്കാറുണ്ട്. മഴ വരുന്നതിന് മുമ്പ് ഞാനങ്ങ് ചെല്ലട്ടെ.
എനിക്ക് എനിക്ക് പേടിയൊന്നും ഏട്ടാ. ഭയങ്കര ധൈര്യശാലി തന്നെ. അപ്പൊ ചേച്ചി പറഞ്ഞ നുണയല്ല. ശരി, നീ ഇവിടെ കിടന്നു, ഞാൻ അവിടെ കിടന്നോളാം. ഞാൻ പറയണ്, നിന്റെ ഈ കള്ളച്ചിട്ടി ഒരു ദിവസം പിടിക്കും. നിരപരാധിയായ ഞാൻ അതിന് സമാധാനം പറയേണ്ടി വരും. അക്കാര്യം ഞാൻ തീരുമാനിച്ചു. ജയിലിന്റെ കമ്പിയെ എണ്ണിക്കൊണ്ട് തീരുമാനിച്ചാൽ മതി. പ്ലാനൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സർ. എന്താ പപ്പായി ജ്യേഷ്ഠൻ പതിവില്ലാതെ ഈ വഴിക്ക്? എടി, ഒരു പുല്ലുവായെടുത്തോണ്ടോടി പപ്പായി ജ്യേഷ്ഠൻ ഇരിക്കാൻ. എന്താ ജ്യേഷ്ഠ? എന്താ രാജപ്പ, ലോണിന്റെ കാര്യമൊക്കെ എന്തായി? ദയവ് ചെയ്ത് റപ്പായി ജ്യേഷ്ഠൻ എന്നെ കാര്യം ഓർമ്മപ്പെടുത്തരുത്. എന്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇപ്പൊ പറ്റിയതൊക്കെ പറ്റി. ഇനി മേലാൽ ഇങ്ങനെ സംഭവിച്ചു എന്റെ ചെവിട്ടി കേട്ടു എന്ന് വരട്ടെ. എനിക്ക് മനസ്സിലായി, എന്റെ ജോലി പോകുന്നല്ലേ? അല്ല, ഈ നാട്ടിൽ ഞാൻ നിന്നെ ഓടിക്കും. ആ, തലയൊക്കെ വല്ലാണ്ട് ഇരിക്കണല്ലോ, തേച്ച് കുളിക്കണ്ടേ? എണ്ണയുണ്ട്. എനിക്ക് ഇപ്പൊ കുറച്ച് ദിവസമായി എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല, പനി വരും. അതങ്ങനെയാ. ഈ ലോണിന്റെ എണ്ണ തേച്ച് കുളിച്ചാലേ കൂടെ കൂടെ പനി വരും. റപ്പായി ജ്യേഷ്ഠന്റെ ഒരു പാട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എടുപ്പിക്കട്ടെ? ഭാർഗവി. അതവിടെ ഇരിക്കട്ടെ. ആവശ്യം കഴിഞ്ഞ് സാവധാനത്തിൽ എന്റെ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി. ഇപ്പൊ ഞാൻ വേറെ വഴിക്ക് പോവുക. ചേട്ടന് ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നെ നോക്കാനും മരുന്നെടുത്ത് തരാനും. ഇതൊക്കെ ബുദ്ധിമുട്ടാണോ?
സമയമില്ലാത്തതിന്റെ കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ മാറില്ലായിരുന്നു. ചേട്ടൻ ആഹാരം കഴിച്ചില്ലല്ലോ. സാരമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ഉഷ വിളമ്പിത്തരും. ഉഷേ, ഉഷേ. എനിക്ക് വിശപ്പില്ലായിട്ടാ ശാന്തമ്മേ. വിശപ്പുണ്ടോ ഇല്ലേ ഞാൻ തീരുമാനിച്ചോളാം. എന്നെ വിളിച്ചു വെച്ചി. ആ, ചേട്ടന് ഊണ് വിളമ്പി കൊടുക്കും. ചെല്ലു. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ വൈകിട്ട് കഞ്ഞി കുടിച്ചു. പോയി ഊണ് കഴിച്ചിട്ട് വരും. ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് ക്ഷമിക്കണം. മതിയാക്കിയോ? മതി മതി, ഇതും തിന്നുകൊണ്ട് ബാങ്കിൽ ചെന്ന അവിടെ മുഴുവൻ ചക്കയുടെ മണമായിരിക്കും. സാരമില്ല, ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞാ മതി ഞാൻ നിർബന്ധിച്ചു കൊടുത്താണെന്ന്. ചേച്ചി, റിസൾട്ട് വന്നു. ക്ലാസ് ഉണ്ടോ? കൺഗ്രാജുലേഷൻ. ആദ്യത്തെ സമ്മാനം എന്റെ വകയാകട്ടെ. ഇനി എന്താ ഉഷയുടെ പ്രോഗ്രാം? ജോലിയാണോ? അമ്മയുടെ ആഗ്രഹം കല്യാണമാണ്. ഓ, കല്യാണം. ആ, പെൺകുട്ടികൾക്ക് ജോലിയേക്കാളും മുഖ്യം കല്യാണമാണ്. മനസ്സിലായോ? കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേക്കും പെണ്ണിന് നാണമായി. എന്താടി, എന്തുണ്ടായി? ഇന്നലെ ദഹിക്കാത്ത വല്ലതും കഴിച്ചാ? ഇവൾക്ക് നല്ല സുഖമില്ല. മുഖം കണ്ടില്ലേ, വിളറിയിരിക്കുന്നു. ഇപ്പൊ കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു. വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് ഡോക്ടറെ കാണിക്കാം. വേണ്ട, എനിക്കൊന്നുമില്ല. നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? 3 മാസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോ 2 മാസമായില്ലേ. ഒരാഴ്ച കൂടി കഴിയട്ടെ മോളെ. വേണ്ട, എനിക്ക് അമ്മയെ കാണണമെന്നൊരാഗ്രഹം. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. കേട്ടോ, വൈകിട്ട് വരുമ്പോ ഇവൾക്ക് നല്ല 2 സാരി വാങ്ങിച്ചോണ്ട് വരണം. ഒന്നും വേണ്ട ചേച്ചി. എടീ, നീ എന്നെ ശുശ്രൂഷിച്ചതിന്റെ കൂലിയൊന്നുമല്ല, നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്റെ സമ്മാനമാണ്. അമ്പടി, ഒരു അന്തസ്സുകാരി. ഞാൻ പോയിട്ട് വരാം.
മുറ്റത്തിരിക്കുന്നത്? ഒന്നുമില്ല. നിനക്ക് തനിച്ച് വീട്ടിൽ പോകാൻ പേടിയാവോ? ഇല്ല, ഞായറാഴ്ച പോയാൽ മതിയെങ്കിൽ ഞങ്ങളും കൂടി പോരാ. അതുപോരാ, എനിക്ക് നാളെ തന്നെ പോണം. നിനക്കിവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? സമാധാനമായി കിടന്നുറങ്ങും. പേടിയാവുന്നെങ്കിൽ ഞാനും കൂടി വന്ന് കിടക്കാം. വേണ്ട ചേച്ചി, എന്റെ പേടിയൊക്കെ മാറി. ചേച്ചി പോയി കിടന്നോളൂ. ചേട്ടാ, നിനക്ക് ജോലി വാങ്ങിച്ചു തരും. വിഷമിക്കാതിരിക്കും. കരിയേ, നീ ഞങ്ങളെ പിരിഞ്ഞു പോകുന്നല്ലോ. അമ്മച്ചിയോട് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അവിടെ വരുന്നുണ്ടെന്ന് പറ. ഞാൻ പോട്ടെ. എന്താ മോളെ നീ ഒറ്റയ്ക്ക് ഇനി പോകുന്നത്? ഒന്നുമില്ല. റിസൾട്ട് അറിഞ്ഞതുകൊണ്ട് ഉടനെ നീ വരുന്ന എനിക്കറിയായിരുന്നു. നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാരും അറിഞ്ഞു? കൊള്ളാം. ഇവിടെ ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ ഈ നാട് മുഴുവൻ അറിയില്ലേ? എന്താ മോളെ നീ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അമ്മച്ചി. നീ ആകെ ക്ഷീണിച്ചു കേട്ടോ. ആ സാരമില്ല, അമ്മച്ചിയുടെ കൂടെ 2 ദിവസം നിന്നാ മതി. നിന്റെ ക്ഷീണം ഒക്കെ മാറും. അല്ലേ മോളെ? ആകത്തുവാ. ആ നിന്റെ ചേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, നമ്മളോട് പറയാനാവാത്ത എന്തോ ഒരു ദുഃഖം അല്ലേ? എന്തുത്സാഹമുള്ള ഒരു കുട്ടിയായിരുന്നു. കളിയും ചിരിയും സംസാരവും എല്ലാം. ഇപ്പൊ എന്ത് പറ്റിയോ എന്തോ. ശരിയാണ്, എനിക്കും തോന്നി. അവളോട് ദേഷ്യപ്പെട്ടെന്നെങ്കിലും പറഞ്ഞോ? ഞാന് എന്തിന്? ജോലിക്കാര്യം പറഞ്ഞു അലട്ടുന്നതിന്. ഏയ് അങ്ങനൊന്നുമില്ല. നീ ഇവിടുന്ന് ഉറങ്ങാൻ നോക്ക്. എന്താ മോളെ? എന്തു പറ്റി? ഈ സ്വപ്നം കണ്ടോ? പറ മോളെ, എന്താ നിനക്ക്? എല്ലാം എന്റെ വിധിയാണ്. ഞാൻ പാപിയാണ് അമ്മച്ചി. എല്ലാരും പാപികളും ബലഹീനരുമാണ്. പക്ഷേ എന്റെ പാപം എന്നിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു. അമ്മച്ചിയോട് ഞാൻ അതെങ്ങനെ പറയും? അമ്മച്ചിയോട് പറയാൻ വയ്യാത്തതായി ഒന്നും ഒരു മകൾക്കില്ല. ഞാൻ നശിച്ചു പോയി അമ്മച്ചി.
നീ എന്താണെങ്കിലും തുറന്നു പറ. ഞാൻ ഗർഭിണിയാണ്. മോളെ, എന്റെ ചെറുപ്പത്തിൽ അപ്പം ഇന്നോളം അഭിമാനം മാത്രമായിരുന്നു നമ്മുടെ നേട്ടം. ഈ വഴി തെറ്റുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല മോളെ, ഒരിക്കലും. അവനെ എനിക്കൊന്ന് കാണണം. ആരാണവൻ? അത് മാത്രം എന്നോട് ചോദിക്കരുത്. അമ്മച്ചി തരുന്ന ഏത് ശിക്ഷയും ഞാൻ അനുഭവിക്കാം. പക്ഷേ അത് മാത്രം ഞാൻ പറയില്ല. ഏതായാലും ഇത്രയൊക്കെ ആയി. ഇനി ആളാരാണെന്ന് പറയാതിരിക്കുന്ന എന്തിനാ? പറയടി. മോളെ, ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? എന്റെ കൂടെ കോളേജിൽ പഠിച്ച ജെയിംസ്. വീടെവിടെയാ? തൃശ്ശൂരിൽ. അങ്ങോട്ട് ചെന്ന് അവന്റെ കരണത്തൊന്ന് കൊടുക്കണം. പിന്നെ കാര്യങ്ങൾ പറയാവൂ. വഴക്കിനൊന്നും പോകണ്ട. കല്യാണം കഴിക്കാന്ന് അവൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ അവൻ ഉണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഉടനെ അവനെ പോയി ഒന്ന് കാണണം. ചേട്ടന് അഡ്രസ് കൊടുക്ക്. ഞാൻ കൂടി പോവാം. അതാ നല്ലത്. അവൾക്ക് പറയാനുള്ളത് നേരിട്ട് പറയാനല്ലോ. അവന് തന്തയും തള്ളയൊക്കെ ഉണ്ടോടി? ഉണ്ട്. അവരോട് വേണം ആദ്യം ചോദിക്കാൻ. എന്നാലും നമുക്ക് ഇങ്ങനെ വന്നല്ലോ. ഓരോ തെമ്മാടികൾ പ്രേമിക്കാൻ നടക്കുന്നു. ഞാനാണെങ്കിൽ വരച്ച വരെ നിർത്തി സമാധാനം പറയിച്ചേനെ. നമ്മൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? മോനെ, എപ്പോഴാ പോകുന്നത്? ഉടനെ പോയേക്കാം. സാറിനെയും കൂട്ടിയാ ഉഷക്കുഞ്ഞ് പോയിരിക്കുന്നേ. വൃക്കം തൃശ്ശൂരം കണ്ടാണത്രേ. എന്നാലും എന്റെ കർത്താവേ, എനിക്കിതൊക്കെ കേട്ടിട്ട് നാണമാവുന്നു. എന്തിനാ നാണിക്കുന്നത്? അല്ല, ഒരാണൊരുത്തിനെ തേടി എങ്ങനെയാണ്ട് വീട്ടിൽ പോവുക? ഏതായാലും സാറുള്ളതുകൊണ്ട് പേടിക്കാനില്ല. എന്നാലും എങ്ങനെയാ രാജപ്പൻ അവരുടെയൊക്കെ മുമ്പിൽ തലയോർത്തി നിൽക്കുക? ഞാനിതാ കല്യാണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നേ. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. സ്നേഹമുള്ളവരോട് അത് അറിഞ്ഞ് പെരുമാറാനെങ്കിലും പഠിക്കണ്ട എന്റെ മാമി. ഞാൻ എന്തെങ്കിലും സ്നേഹക്കുറവ് കാണിക്കാറുണ്ടോ? പിന്നില്ലേ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ടുപേരും കൂടി ഒരു ഉല്ലാസയാത്ര പോകണമെന്ന്. നിന്നെപ്പോലൊരു സുന്ദരി ഈ നല്ല കാലം ഇങ്ങനെ പാഴാക്കണത് കാണുമ്പോ ഞാൻ എങ്ങനെ സഹിച്ചു എന്റെ മാമി. പോരായപ്പിന്റെ കളിയാക്കാതെ. കളിയാക്കണം ചെയ്യാൻ പറ്റും. ഞാൻ വരില്ല, ഞാൻ വരില്ല. ഞാൻ പിന്നെ വരാം മാമി. എനിക്ക് ശർക്കര അധികം നിന്നാലേ വയറിളകും. ഒരു ടാക്സി പോവാം. രാത്രിയിൽ നമ്മൾ ചെല്ലുന്നത് ശരിയാണോ? ആ വീട്ടുകാർക്ക് എന്ത് തോന്നും? അല്ല, ഇന്ന് തന്നെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഹോട്ടൽ മുറി താമസിക്കാതെ കഴിക്കാമായിരുന്നു. സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. നിനക്ക് വീടറിയാമോ? ചേട്ടന് പോലും അറിയുന്ന വീടാണ്. എനിക്കോ? അതെ, ആളെയും ചേട്ടനറിയാം. തൃശ്ശൂർക്കാരനെ ജെയിംസിനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ ആ ജെയിംസ് ചേട്ടനാണ്. മറ്റൊരാളെയും സ്നേഹിക്കാൻ ഇനി എനിക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് പറ്റിയൊരു തെറ്റിന് ആ തെറ്റ് ഇപ്പോൾ ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. ചേട്ടൻ വിശ്രമിക്കൂ, ഞാൻ എന്റെ മുറിയിലേക്ക് പോകാം.
എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ചേട്ടൻ എന്നെ വെറുക്കുന്നുണ്ടോ? ഉഷപ്പിക്കുള്ളൂ. ഇല്ല, ഞാനിന്ന് ഈ മുറിയിൽ ചേട്ടന്റെ കൂടെ ഉറങ്ങും. നീ എന്നെ വേദനിപ്പിക്കുകയാണ്. അല്ല, അന്ന് നമുക്കറിയാത്തൊരു തെറ്റുപറ്റി. അതേക്കുറിച്ചോർത്ത് ഞാൻ ഒരുപാട് വേദനിച്ചു. ഇപ്പോ ആ വേദന സുഖമുള്ളൊരു ഓർമ്മയാണ്. ചേട്ടാ, ഞാനും ഒരു സ്ത്രീയാണ്. ഒരു പുരുഷന്റെ സ്നേഹം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു സ്ത്രീ. എനിക്കും എന്റേതായ ആഗ്രഹങ്ങളുണ്ട്. ഉഷേ, നീ നിന്നെ മറന്നു പോകുന്നു. ശരിയാണ്. എന്റെ എല്ലാമായി ചേട്ടന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. നീ എന്നെ വല്ലാതെ ശിക്ഷിക്കുന്നു. ക്ഷമിക്കൂ ചേട്ടാ. ആദ്യം സ്പർശിച്ച പുരുഷനെ മറക്കാൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് കഴിയില്ല. എപ്പോഴും എന്റെ മനസ്സ് മുഴുവനും ദുഃഖമാണ്. അതിൽ നിന്ന് അല്പനേരമെങ്കിലും അകന്നു നിൽക്കാൻ ചേട്ടനെ അനുവദിക്കണം. ഉഷേ, നീ എന്താണ് പറയുന്നത് നിനക്കറിയാം. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. തെറ്റ് പറ്റിയിരിക്കാം. ഞാൻ അതിലേറ്റവും കൂടുതൽ പശ്ചാത്തലിക്കുകയും ചെയ്യുന്നു. ആ തെറ്റ് ആവർത്തിക്കാൻ എനിക്കിഷ്ടമല്ല. പോയി കിടക്കൂ പ്ലീസ്. എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? അവര് പോയിട്ട് പെട്ടെന്ന് വരാൻ നോക്കൂ. അവനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? അവരെങ്ങാനും കൈയൊഴിഞ്ഞാലോ മോളെ? അങ്ങനെ ഒന്നും വരില്ല. അമ്മയ്ക്ക് സമാധാനമായിരിക്കും. ഞാൻ അവളെ എങ്ങനെ വളർത്തിയെടുത്തതാണെന്നറിയാമോ? കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി. സാരമില്ല അമ്മച്ചി, ചേട്ടൻ കൂടെ പോയിരിക്കല്ലേ, എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കും. വരൂ. ചേട്ടൻ ക്രൂരനാണ്. ഒരു പെൺകുട്ടിയുടെ വേദന മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണ്. ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒരു സ്ത്രീ പിന്നെ എന്തിനു ജീവിക്കണം? ഉഷേ, നീ ചെറുപ്പമാണ്. ജീവിതത്തെക്കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞുകൂടാ. ചേച്ചിയുടെ മുമ്പിൽ എന്നൊന്നും ഒരു ചോദ്യചിഹ്നമായി നിന്റെ കുഞ്ഞു വളരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പൊക്കോളാം, എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്റെ കുഞ്ഞിനെയും കൊണ്ട്. പക്ഷേ എന്നെങ്കിലും നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചേച്ചി അറിയാം. അന്ന് അവൾ ഹൃദയം പൊട്ടി മരിക്കും. അവർക്ക് വേണ്ടിയെങ്കിലും നീ ഇതിന് സമ്മതിക്കണം. അരുത് ഏട്ടാ, എന്നെ അതിന് നിർബന്ധിക്കരുത്. ലോകം മുഴുവനും വെറുത്താലും എന്റെ കുഞ്ഞിന് ഞാൻ സമാധാനം കണ്ടെത്തിക്കൊള്ളാം. നിന്റെ സമാധാനം ഒരിക്കലും നിനക്ക് ദുഃഖമായിട്ട് തോന്നും. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരിക്കും. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ ആ തെറ്റിന്റെ പേരിൽ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഡ്രസ് മാറിയിട്ട് വരും, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. നിഷ്കളങ്കയായ നിന്റെ ചേച്ചിയെ ഓർത്ത്, നേടിക്കൊണ്ടിരിക്കുന്ന ഈ ചേട്ടനെ ഓർത്ത് നീ ഇതിന് സമ്മതിക്കണം.
ചെല്ലേ ചെല്ലേ. അയ്യോ 2 മാസം മുമ്പ് അവൻ പേർഷ്യക്ക് പോയത്രേ. എന്റെ കർത്താവേ, ഇത് അവന്റെ ഒരു തൊഴില. ഗർഭിണിയായ മറ്റൊരു പെണ്ണ് ഇവന്റെ വരവും കാത്തിരിപ്പുണ്ട്. നിങ്ങൾ അവളെ കണ്ടോ? കണ്ടു. അവളെയും വിവാഹം ചെയ്തോളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ കാമുകന്റെ യോഗ്യത. പ്രേമമാണത്തെ പ്രേമം. പെമ്പിള്ളേരെ പിഴപ്പിക്കുക ഇവർക്കൊക്കെ പ്രേമം. അതിന് അവനെ മാത്രം എന്തിനു കുറ്റം പറയുന്നു? ശരിയാണ്, സൂക്ഷിക്കേണ്ടത് അവളല്ലേ. ഏതായാലും അവളെ ആശുപത്രിയിലാക്കണ്ടായിരുന്നു. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി തന്തയില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് വഴിനീളെ നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? ആരെങ്കിലും അറിഞ്ഞാൽ? ആരും അറിയില്ല അമ്മച്ചി, സമാധാനമായിരിക്കും. എനിക്ക് ഇവനെ കുറിച്ച് ഓർക്കുമ്പോഴാ വിഷമം. നമുക്ക് വേണ്ടി എന്തൊക്കെ സഹിക്കുന്നു. ഇവിടെ വന്ന് ഈ കുന്നത്തിന്റെ പുറത്ത് കയറി കുത്തിയിരിക്കുകയാണോ? ഞാൻ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ബാങ്കിൽ പോയിന്ന്. ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവിടെ നിന്ന് ഇപ്പോഴും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. മനസ്സിനൊരു സുഖവും ഇല്ല റപ്പായിച്ചേട്ടാ. അപ്പച്ചനെ പറ്റി ആലോചിച്ചിട്ടാണോ? അതൊന്നുമല്ല, ആകെക്കൂടി എന്തോ വല്ലാത്തൊരു വിഷമം. അതിനൊക്കെ കാര്യമൊന്നും തോമാസ് കുട്ടിയില്ലല്ലോ. കൊള്ളാവുന്നൊരു ഉദ്യോഗമുണ്ട്, സംതൃപ്തമായൊരു കുടുംബമുണ്ട്, പിന്നെന്താ? കുറെ നാളായി റപ്പായിച്ചേട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ശാന്തമ്മയുടെ അനിയത്തി ഉഷ പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുക. കൊള്ളാവുന്ന ഒരിടത്തേക്ക് അവളെ വിവാഹം കഴിച്ചയച്ചാൽ ഒരു ബാധ്യത തീരും. ഇതാണോ കാര്യം? നിന്റെ മുഖഭാവം കണ്ടാത്തൊന്നും എന്തോ മഹാഭാരം ചോന്നുകൊണ്ട് നടക്കുകയെന്ന്. ഈ കാര്യം ഡപ്പായിച്ചേട്ടനെ ഏറ്റു. പിന്നെന്താ? കുടിച്ചോ? പതിവില്ലാതെ മനസ്സിലെ ഏതിനെ അല്പമെങ്കിലും ഓർക്കാൻ വേറെ വഴിയൊന്നും കണ്ടു. ഇതിനെയോ? എന്തിന്? അറിയാതെ തെറ്റ് ചെയ്തു പോകുന്ന നല്ലവരെ കുറിച്ച് ഓർത്തപ്പോ മനസ്സിലായി. ഉഷയെ പറ്റിയാണല്ലേ? അവളൊരു പാവമാണ്. അവൾ അവനെ വിശ്വസിച്ചു പോയി. അറിയാതെ ഒരു അബദ്ധം പറ്റിയതല്ലേ? ആർക്ക്? അവൾക്ക് തന്നെ. അവൾക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ല. പാവപ്പെട്ട അമ്മയെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നീ പറയുന്നത്? അവളുടെ കാര്യങ്ങൾ നമ്മൾ ഏൽക്കണം. എത്രയായാലും എന്റെ അനിയത്തിയല്ലേ. അതോർത്തെങ്കിലും അവളോട് ക്ഷമിക്കൂ. ശാന്തമ്മേ, ഇതുപോലെ എനിക്ക് ഒരിക്കലും ഇല്ല, ഒന്നുമില്ല.
ചേട്ടന് സുഖിക്കണോ അല്ലേ? ചേട്ടന് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. എനിക്കോ? എന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് തരാമായിരുന്നില്ലേ? അങ്ങനെയെങ്കിലും എനിക്ക് ആശ്വസിക്കാമായിരുന്നു. ഒന്ന് പതുക്കെ പറഞ്ഞു ഉഷേ. കേൾക്കട്ടെ, ഇനി മറച്ചു വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും അറിയട്ടെ, ഈ വീട്ടിൽ ചേച്ചിയെ പോലെ ഒരു സ്ഥാനം എനിക്കും വേണം. ചേച്ചി, ഉഷേ, ചേച്ചി, ഉഷേ, ഹരിത്, 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 ഹരിത്. എന്താ എന്ത് പറ്റി? സ്വപ്നം കണ്ടോ? ഒന്നുമില്ല. അപ്പോ ഉഷയുടെ നിൽക്കട്ടെന്നാണോ നീ പറയുന്നത്? അതേ അമ്മച്ചി, ഇവിടെയാണെങ്കിൽ അവൾക്കൊരാശ്വാസത്തിന് ഞാനുണ്ടല്ലോ. ശരിയാണ്. സാധിച്ചാൽ അവൾക്കിവിടെ എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാൻ ഞാൻ ചേട്ടനോട് പറയും. ജോലിയേക്കാൾ നല്ലത് അവൾക്കൊരു കല്യാണമാണ്. കല്യാണത്തിന് വേണ്ടി എന്നെ ഇവിടെ നിർത്തണ്ട. അമ്മച്ചിയുടെ കൂടെ ഞാനും വരാം. വേണ്ട മോളെ, നീ അങ്ങോട്ട് വരണ്ട. അപ്പോ അമ്മച്ചിയും എന്നെ വെറുത്തു അല്ലേ? ഇല്ല മോളെ, അമ്മച്ചിക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഇവിടെ നിൽക്കുന്നതാണ് നിന്റെ ഭാവിക്ക് നല്ലത്. എന്റെ ഭാവിയെപ്പറ്റി എനിക്കൊട്ടും പ്രതീക്ഷയില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും. നിന്റെ ഭാവിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ ഞാനും ചേട്ടനും ഉണ്ട്. ഞാൻ ഇറങ്ങട്ടെ മോളെ. നല്ലൊരു ആലോചനയാണ്. കുഞ്ഞിന്റെ അഭിപ്രായം കൊണ്ട് അറിഞ്ഞിട്ട് മതിയല്ലോ അവരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് കരുതി. ശാന്തമ്മയ്ക്ക് വലിയ നിർബന്ധം ഉഷയുടെ വിവാഹം ഉടനെ നടത്തണമെന്ന്. നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. നല്ല കുടുംബക്കാരാ. ചെറുക്കന്റെ വീട്ടുകാരെ എനിക്ക് പണ്ടേ അറിയാവുന്നതാ. ഞാൻ നാളെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാം. അവർക്ക് പെണ്ണിനെ ഒന്ന് കാണുക വേണമല്ലോ. ശരി. ജോണിക്ക് ഇളയപ്പൻ തീരുമാനിക്കുന്നതിൽ കവിഞ്ഞ് മറ്റു യാതൊരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് കുരിയച്ചൻ തീരുമാനിച്ചതാ. കുട്ടിയെ കണ്ടില്ലല്ലോ. ഉഷേ, ഉഷേ, കാപ്പി കൊണ്ടുവരൂ. തോമസ് കുട്ടിയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. എവന്റെ കല്യാണത്തിന് എനിക്ക് കൂടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് പൊടി പൊടിക്കണം. എല്ലാവർക്കും എടുത്ത് ഉറക്കമുള്ള എന്താ കുട്ടിയുടെ പേര്? ഉഷ. ഏതുവരെ പഠിച്ചു? DSCക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനി അതൊക്കെ ജോണി തീരുമാനിച്ചോട്ടെ അല്ലേ? ഒരു വെച്ചാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അപ്പൊ നമുക്ക് എന്ന് നടത്തുമെന്ന് ഞാൻ അർപ്പാച്ചോട് പറഞ്ഞയക്കാം. ശരി, പറഞ്ഞേ. വിവാഹം ഇത്ര പെട്ടെന്ന് വേണോ? ആദ്യം ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല. കല്യാണത്തിന് വേണ്ട പണം എങ്ങനെ ഉണ്ടാക്കും? ബാങ്കിൽ നിന്ന് കടമെടുക്കാം. അവളുടെ തെറ്റിന് ചേട്ടൻ കടക്കാരനാവാനോ? കടവും കടപ്പാടും ജീവിതത്തിലെന്നും ഉള്ളതല്ലേ. എനിക്ക് വിവാഹം വേണ്ട. അതുമാത്രം നടക്കില്ല. നിന്റെ വിവാഹം നടന്നാലേ ഈ വീട് ശാന്തമാകും. ആ വഞ്ചനയ്ക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. ഉഷേ, നിന്നെ പോലെ ഭാര്യമാരായി തീർന്ന എത്ര പെൺകുട്ടികളുണ്ട്? ഉണ്ടായിരിക്കാം. പക്ഷെ നിരപരാധിയായ ഒരു പുരുഷനെ ഞാൻ ചതിക്കില്ല. നിരപരാധിയായ നിന്നെ ഒരു പുരുഷൻ ചതിച്ചില്ലേ? എല്ലാവർക്കും രഹസ്യങ്ങളുണ്ട് ഉഷേ. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് ജീവിതം പാഴാക്കുന്നത് വിഡിത്തമല്ലേ? ഈ വീട്ടിൽ അടങ്ങിയൊതുങ്ങി കഴിയാൻ നിങ്ങൾ എന്നെ അനുവദിച്ചാൽ മതി. ഒരു വേലക്കാരിയായിട്ടെങ്കിലും. അത് വേണ്ട. നീ ഒരു ഭാര്യയാണ്. നഷ്ടപ്പെട്ട സമാധാനം എനിക്കും ചേട്ടനും തിരിച്ചെടുക്കാൻ കഴിയൂ. മനസ്സിലായി. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ജീവിതകാലം മുഴുവൻ വേദനിക്കണമല്ലേ? നീ വിചാരിക്കുന്ന ആ വേദന നാളെ സുഖമായിട്ട് മാറും. ഭർത്താവിന്റെ സ്നേഹവും കുഞ്ഞിന്റെ രൂപവും. വേണ്ട ഏട്ടാ, അതൊന്നും പറയണ്ട. എന്നെ ഞാൻ വിൽക്കണം.
അത്രയല്ലേ നിങ്ങൾക്ക് വേണ്ടൂ? മോളെ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നിനക്ക് പറ്റിയ ആ തെറ്റിന്റെ പേരിൽ എന്തിന് മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു? ശരി, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഏത് കുറിച്ചും ഞാൻ ചുമക്കാം, എന്ത് വേദനയും ഞാൻ അനുഭവിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാനൊരു ബലിയാടാണ്. എന്ത് ചെയ്യാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോളൂ. അടുത്ത ഞായറാഴ്ച നമുക്ക് കല്യാണം നടത്താം. അമ്മച്ചി ഉടനെ പുറപ്പെടണം എന്ന് ശാന്തമ്മ.
സ്വർഗമായി വികാരം താളം ചേർക്കും ഗാനമോഹമായി. എനിക്കിന്ന് ലീവ് കിട്ടിയില്ല, അതല്ലേ? വേഗം അവിടെ സമയായി. വെറും വയറ്റിൽ ഇളവില് കൊണ്ടിട്ടായിരിക്കും. ജോണി, നമ്മളൊരു ചതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരാളാണെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. പക്ഷേ എന്റെ സഹോദരനോട് സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ ചേച്ചി? ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച പെണ്ണാണ് ഉഷ. അവൾ എന്റെ പേഷ്യന്റ് ആയിരുന്നു. ഡോക്ടർ എല്ലാം പറഞ്ഞു, ഭയപ്പെടാനൊന്നുമില്ല. കൂടുതൽ ദിവസം ഇവിടെ താമസിക്കേണ്ടി വരുമോ? എങ്കിൽ എനിക്ക് ലീവ് എടുക്കണം. ഇവിടെ സഹായത്തിന് ആരും വേണമെന്നില്ല, ഞങ്ങളുണ്ടല്ലോ. സമാധാനത്തോടെ എനിക്ക് പോകാമല്ലോ. തീർച്ചയായും. ഇപ്പൊ ഇതൊക്കെ സാധാരണയാണ്. ഒരു ഇഞ്ചക്ഷന്റെ കാര്യമേ ഉള്ളൂ. ഞാനിപ്പോ വരാം. സിസ്റ്റർ, എന്റെ അനിയത്തിയ ഒരു പ്രബന്ധത്തിന് വന്ന അബദ്ധമാണ്. സാരമില്ല, ഇതുപോലെ എത്രയോ പേർ വരുന്നു. വല്ല ആവശ്യവും വന്നാൽ ഇതിരിക്കട്ടെ. ശരി. പ്രത്യേകിച്ച് വല്ല ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യണം. ഇതാ എന്റെ നമ്പർ. സിസ്റ്റർ, സിസ്റ്റർ, ആ 11-ാം നമ്പറിലെ ഉഷയുടെ കാര്യം എന്തായി? എല്ലാം ശരിയായി സാർ. നാളത്തേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ടെ? ശരി സാർ. അവളുടെ ചേട്ടന് ഞാൻ ഇന്നേനെ ഫോൺ ചെയ്യാം. ഞങ്ങൾ പോട്ടെ. ശരി. ഇനി പേടിക്കാനൊന്നുമില്ല. ചെയ്തുവെന്ന ഉപകാരങ്ങൾക്ക് നന്ദി. 1 മിനിറ്റ്. നിങ്ങൾ ഏൽപ്പിച്ചിരുന്ന 200 രൂപയിൽ നിന്ന് ഒന്നും ചിലവായില്ല. ഇതാ. അത് സിസ്റ്ററിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അയ്യോ വേണ്ട, ഞങ്ങൾ കൈക്കൂലി വാങ്ങാറില്ല. അയ്യോ സിസ്റ്റർ, കൈക്കൂലിയായിട്ടല്ല ഞാൻ തന്നത്. സാരമില്ല. എന്നാലും നിങ്ങൾ ശരി. ഒരു സഹോദരി എന്ന നിലയിൽ ഈ സത്യം എനിക്ക് ഒളിക്കാൻ കഴിയില്ല. മനസ്സ് ചോദ്യത്തിനു മുമ്പ് അവളെ എനിക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നല്ലേ വരാൻ കഴിഞ്ഞുള്ളൂ. എപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. മതിയെ പറ്റി നിങ്ങളെന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? എടോ, കഴിച്ചുപോയ പെണ്ണെ കെട്ടിവെക്കാൻ എന്നെ കിട്ടിയുള്ളൂ അല്ലേ? ഇവളൊരിക്കൽ ഗർഭിണിയായവളാണ്. അന്ന് ശുശ്രൂഷിച്ച എന്റെ ഈ പെങ്ങളാണ്. നിങ്ങളുമായുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. ജോണി, ഞാൻ
കരയാതിരിക്കൂ. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. വിവാഹം വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടില്ല. ഞാനൊരു പാപിയാണ്. അല്ലെങ്കിൽ സൂസിയുടെ സഹോദരനെ തന്നെ കണ്ടിട്ടില്ലായിരുന്നു. നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു. നിനക്കൊരു ജീവിതം തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ജോലിയേക്കാൾ വിവാഹമാണ് നല്ലതെന്ന് ഞാൻ കരുതി. ഇനിയെങ്കിലും എന്നെ ഒരിടത്തും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് ആർക്ക് ശല്യം ഉണ്ടാക്കാതെ ഞാനിവിടെ കഴിഞ്ഞോളാം. നീ വിഷമിക്കാതെ, നിനക്കൊരു ജോലി ഒന്നാമത് തരാം. ജോലിയെക്കാളും വിവാഹത്തെക്കാളും വലുതാണ് എനിക്ക് ചേട്ടൻ. ചേട്ടൻ എന്താണ് ഇത്ര പ്രത്യേകത? അവളൊരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞതല്ലേ? പറയേണ്ടത് പറഞ്ഞാ മതി. നീ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നുമല്ല. ആവശ്യത്തിന് ചീത്തപ്പേര് കൽപ്പിച്ചു. ഇനിയെങ്കിലും കരുതി ജീവിക്കൂ. വരൂ, കാപ്പി കുടിക്കാം. സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പോട്ടെ, സാരമില്ല. ആ പെൺകുട്ടിക്ക് അവനേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. നമുക്ക് അന്വേഷിക്കാം. അവൾക്ക് നീ ഉടനെ വിവാഹം വേണ്ടെന്നാ പറയുന്നത്. പിന്നെന്ത് ചെയ്യാൻ പോകുന്നു? BSc ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മുതലാളിയോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ജോലിക്കാണിപ്പോൾ വിഷമം. ശരി, ഏതായാലും തോമസ് കുട്ടിയുടെ കാര്യമല്ലേ, എന്റെ എസ്റ്റേറ്റ് ഓഫീസിൽ തന്നെ അയക്കാം. സൂപ്രണ്ടിനോടുകൂടി ഒന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം. താങ്ക് യു സർ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഓ, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല തോമസ് കുട്ടി. സാധിക്കുന്ന കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാലാകുന്നത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് എന്താ കാര്യം? ഞാൻ വരട്ടെ. ചേട്ടന് ചോറ് കൊടുക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ല, ചേട്ടൻ വന്നിരുന്നത് കൊണ്ട് ഞാൻ. ശാന്തി, നിന്നെ ഞാൻ വിളിച്ചു, പക്ഷെ നീ ഉറക്കമായിരുന്നു. ഒന്നുകൂടി വിളിക്കാമായിരുന്നില്ലേ? ഉണർന്നില്ലെങ്കിൽ വഴക്ക് പറയാമായിരുന്നില്ലേ? നീ അല്പം വിശ്രമിച്ചോട്ടെ നീ കരുതി. എന്റെ ഭർത്താവിന് ആഹാരം കൊടുത്തതിന് ശേഷമുള്ള വിശ്രമം മതി എനിക്ക്. ഈ നിസ്സാര കാര്യത്തിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതിനൊരു കാര്യമല്ല. ഓഫീസിൽ പോയാൽ തിരിച്ചു വരുന്നത് നോക്കി ഞാനിരിക്കും. ദൂരെ എവിടെയെങ്കിലും പോയാൽ തരുന്ന ദിവസം എന്നെ കാത്തിരിക്കും. ചോറ് വെള്ളം തരാനും ഉണ്ണുന്നത് നോക്കി അടുത്തിരിക്കാനും. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഭാര്യയ്ക്ക് അത് മനസ്സിലാവും. ഇവിടെ എവിടെ ആക്കിയിട്ട് പോവാന്ന് പറഞ്ഞാൽ അതിനവിടെ സമ്മതിക്കില്ല. അതെങ്ങനെയാ പറ്റി? രാത്രി തനിച്ചുറങ്ങാൻ എനിക്ക് പേടിയാ. ചേച്ചിയും ചേട്ടനും അവരുടെ മുറിയിൽ പോയാൽ താഴെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? കല്യാണം കഴിച്ച ഒരു കുടുംബം നോക്കേണ്ട പ്രായമായി. എന്നിട്ട് അവളുടെ ഒരു പേടി. ഈ നിലയ്ക്ക് നീ ഒരുത്തന്റെ കൂടെ ജീവിതം ആരംഭിച്ചാൽ എങ്ങനെ കഴിയാനാ ഭാവം? അപ്പോ ആ ഒരുത്തൻ എനിക്ക് കൂട്ടുണ്ടാവല്ലോ. അസത്ത് ആരോട് എന്തോ പറയാന്നറിഞ്ഞൂടാ. ഉഷേ, ഊണ് കഴിക്കാൻ പാ. ചേച്ചി കഴിച്ചോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. എന്നാലേ ഞാനും കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. വേണ്ട ചേച്ചി, ഞാനിതൊന്ന് പഠിച്ചു തീർന്നിട്ട് വരാം. ആ, നീ പഠിച്ചു, ഞാനേ ഇവിടെ ഇരുന്നോളാം. എന്നിട്ട് നമുക്ക് 2 പേർക്കും
ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. ഈ ചേച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു. വരൂ. മോളെ മോളെ, എന്താ ചേച്ചി? വാ വാ വാ, ഇവിടെ വന്ന് കിടക്ക്. ഞാനിവിടെ കിടന്നോളാം, അമ്മച്ചിയോടൊപ്പം. അത് പറ്റില്ല. ഇവിടെ വന്നാൽ എനിക്ക് നിന്റെ കൂടെ കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. വാ. ഉഷേ, എനിക്കിപ്പോ ഒരാഗ്രഹമേ ഉള്ളൂ, എന്നും ചേട്ടനെ കണ്ടുകൊണ്ടിരിക്കുക. അറിഞ്ഞുകൊണ്ട് വീണ്ടും തെറ്റിലേക്ക് നീങ്ങരുത്. ഞാൻ ആരുമില്ലാത്തോളാണ് ചേട്ടാ. എന്നെ ഇഷ്ടപ്പെട്ടിരുന്നവർക്കെല്ലാം ഇന്നെന്നെ കാണുന്നത് പോലും വെറുപ്പാണ്. ചേട്ടനെങ്കിലും കരയാതിരിക്കും. നേരെ ഒരുപാട് കിടക്ക. കാണുമെന്ന് വിചാരിച്ചു അല്ലേ? ശാന്തമ്മേ, എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ശരിയാണ്. എന്റെ അനിയത്തി പാവമാണെന്നും അവളുടെ ദുഃഖമോർത്ത് എന്റെ ഭർത്താവ് വേദനിക്കുന്നുവെന്നും ഞാൻ തെറ്റിദ്ധരിച്ചു. ശാന്തമ്മേ, വേദനിക്കുന്ന ഒരു മനസ്സിനെ നമ്മളായിട്ട് കൂടുതൽ വേദനിപ്പിക്കരുത്. നീ അതാ ചെയ്യുന്നത്. എത്രയായാലും ഉഷന്റെ അനിയത്തിയല്ലേ? അതാണ് ഞാനും ചോദിക്കുന്നത്. അവളെക്കുറിച്ച് എനിക്കില്ലാത്ത വിഷമവും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? മനുഷ്യത്വം ഇല്ലാതെ സംസാരിക്കരുത്. അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ആലോചിച്ച് നോക്ക്. ഞാനായിരുന്നുവെങ്കിൽ എന്നെ നശിപ്പിച്ച മൃഗത്തിനെ കൊന്ന് ഞാനും ചാവുമായിരുന്നു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ കഴിയില്ല. ഹലോ, അതെ, തോമസ് കുട്ടിയാ. ഓ, താങ്ക് യു സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് വരാം. ഓ, ഉഷേ, ഉഷേ. വറീച്ചമൊരാളുടെ എസ്റ്റേറ്റ് ഓഫീസിൽ ഉഷയ്ക്ക് ജോലി കൊടുക്കാമെന്ന്. എങ്കിൽ ഉടനെ പറഞ്ഞയക്കൂ. നാളെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന് നാളെ ആക്കുന്നു? ഇന്ന് തന്നെ അയച്ചൂടെ? ശാന്തമ്മേ, നിന്റെ മനസ്സ് ഇത്ര ദൂരമാണോ? അല്ല, എല്ലാവരും ചേർന്ന് എന്നെ അങ്ങനെ ആക്കിയതാ. ഉഷേ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെയുണ്ട് അല്ലേ? എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം. സ്റ്റാഫിനവിടെ താമസ സൗകര്യം കൊടുക്കും. 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ബസ്സേ ഉള്ളൂ. പോക്കും വരവും ഒന്നും നടക്കില്ല. ഞാൻ അവിടെ താമസിച്ചോളാം. വേഗം പുറപ്പെടും. ഇന്ന് ബാങ്കില്ലേ? ഉഷയെ കൊണ്ടാക്കാനായി ലീവ് എടുക്കണമെന്നില്ല. അവൾ ഒറ്റയ്ക്ക് പൊയ്ക്കോളും. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ശാന്തമ്മേ, അത്
ബാത്തു വരീച്ചമ്മയുടെ എസ്റ്റേറ്റ് ഓഫീസിൽ ഇറക്കണം. റപ്പായിച്ചേട്ടനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇനിയിപ്പോ എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്നോട് ദേഷ്യം തോന്നരുത്. ഉഷയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ ഞാൻ നാണം കിടയില്ലായിരുന്നു. ഒരിക്കൽ ഗർഭവത്സരിച്ചൊരു പെണ്ണിനെ തറവാട്ടി പറഞ്ഞൊരു ചെറുക്കിന് വേണ്ടി ഞാൻ ആലോചിക്കില്ലായിരുന്നു. എന്റെ വിഷമം റപ്പായിച്ചേട്ടന് മനസ്സിലാവില്ല. തോമസ് കുട്ടി, പണവും കാശൊന്നും അല്ല മനുഷ്യന് വലുത്, അഭിമാനമാണ്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തറവാട്ടിൽ നിന്നൊരു ചെറുക്കനെ ആലോചനയും കൊണ്ട് ഞാനിവിടെ വന്നത് തന്നെ. പക്ഷെ നീ എന്നോട് സത്യം പറയാതിരുന്നുകൊണ്ട് ഞാൻ അവമാനിതനായി. ഞാൻ മാത്രമല്ല, അവരും. ചെറുപ്പം മുതലേ നിന്നെ തോളുകയറ്റി വളർത്തിയവനാണ് ഈ ഞാൻ. എന്നോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ സ്നേഹം എന്ന് പറയുന്നതിന് എന്താ വില? സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയെങ്കിലും അവളോട് മാനം മര്യാദയായിട്ട് അടങ്ങി കഴിയാൻ പറ. ഇവിടെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഞാനൊരു വേലക്കാരി പെണ്ണിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവൾ ഉടനെ വരും. ഈ ഉപകാരം ഞാൻ മറക്കില്ല സർ. അതൊന്നും കണക്കാക്കണ്ട. ആ കല്യാണം നടന്നില്ല അല്ലേ? ഞാൻ അറിഞ്ഞു. സാരമില്ല, ഇവിടെ ജോലിയുണ്ട്, നല്ല ശമ്പളവും കിട്ടും. ജീവിച്ചാൽ മതിയല്ലോ. ജോലി അന്വേഷിച്ച് ദിവസവും 100 പേര് ഇവിടെ വരും. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരാൾക്ക് പോലും പുതുതായി ജോലി കൊടുത്തിട്ടില്ല. പിന്നെ തോമസ് കുട്ടിയുടെ അനുജത്തി എന്ന നിലയ്ക്ക് ഓഫീസിൽ ചെന്നാൽ ആരുമായും അധികം കൂട്ടുകൂടണ്ട. ആരെയും ഇക്കാലത്ത് വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ. ഇതിരിക്കട്ടെ, ശമ്പളം കിട്ടുന്നത് വരെ. വേണ്ട, എന്റെ കയ്യിലുണ്ട്. സാരമില്ല, എന്നെ ഒരു അന്യനായി കണക്കാക്കണ്ട. വച്ചോളൂ, ഞാൻ ഇറങ്ങട്ടെ. ഇവിടുന്ന് കഴിയുന്നതും വേഗം സ്ഥലമാറ്റം വാങ്ങണം. എന്തിന്? ഇത്രയും സൗകര്യം വേറെ എവിടെ കിട്ടും? സൗകര്യം അല്പം കുറഞ്ഞാലും സാരമില്ല, അഭിമാനമാണ് വലുത്. ഇപ്പൊ എന്തുണ്ടായിന്ന് പറയൂ. എവിടെ തിരിഞ്ഞാലും ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനേ സമയമുള്ളൂ. അവളെ മനഃപൂർവ്വം പറഞ്ഞയച്ചതാണോ, അവൾ നേരത്തെ പ്രസവിച്ചതാണോ എന്നൊക്കെ. അത് കേട്ടോണ്ട് ഇനി ഇവിടെ കഴിയാൻ എനിക്ക് വയ്യ. അനുജത്തിയേക്കാൾ വലുതാണോ നിനക്ക് നാട്ടുകാര്? അവളുണ്ടാക്കിയ ചീത്തപ്പേര് നമ്മളെ കൂടി ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്കുണ്ടാകുന്ന ചീത്തപ്പേര് ഞാൻ സഹിച്ചോളാം. നീ നിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. തൽക്കാലം സ്ഥലമാറ്റം വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എസ്റ്റേറ്റിൽ നിന്ന് ഉഷക്കുഞ്ഞിന്റെ ഫോൺ വന്നിരുന്നു. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, സൗകര്യം പോലെ അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന്. ശരി. നമസ്കാരം. വരൂ, ഇരിക്കൂ. ആ
ജോലിക്കാരി പെണ്ണിങ് എത്തിയില്ലേ? എത്തി. എവിടെ? പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുക്കാൻ അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു. അവൾക്കുള്ള ശമ്പളം ഞാൻ കൊടുത്തോളാം. എനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അതൊന്നും സാരമില്ല, ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. എന്തിനാ ഇവിടെ ആവുമ്പോൾ എന്നോട് ഈ ബഹുമാനം? സത്യത്തിൽ ഇവിടെ വേക്കൻസി ഇല്ലായിരുന്നു. പിന്നെ ഉഷയ്ക്ക് വേണ്ടി ഞാനൊരു ഒഴിവ് ഉണ്ടാക്കി. എന്നും ഞാനതിന് നന്ദിയുള്ളവളായിരിക്കും. എനിക്ക് അത് മതി. നന്ദിയില്ലാത്ത ചില ജന്തുക്കളുണ്ട്, എനിക്ക് അവരോട് വലിയ വെറുപ്പാണ്. എന്റെ അപ്പച്ചനെ പോലെ ഞാൻ മുതലാളിയെ ബഹുമാനിക്കുന്നു. അപ്പച്ചനെ പോലെ വേണ്ട, ചേട്ടനെ പോലെയോ ആ ജെയിംസിനെ പോലെയോ ഒക്കെ മതി. അങ്ങനെപ്പറ്റി ചേട്ടന് വലിയ മതിപ്പാണ്. ആർക്കാ മതിപ്പില്ലാത്തത്? ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ജോലി എന്ന് പറഞ്ഞാൽ ജോലി. ശമ്പള കൂടുതൽ എന്ന് പറഞ്ഞാൽ ശമ്പള കൂടുതൽ. പിന്നെ വെറുതെ 10,000 എന്ന് പറഞ്ഞാൽ വെറുതെ 10,000. എന്താ നോക്കുന്നത്? ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ. അവള് പെട്ടിയും തൂക്കിയൊക്കെ ഇനി എത്തുമ്പോഴേക്കും രാത്രിയാവും. എന്തിനാ? എനിക്ക് പുറത്തേക്കൊന്ന് പോണമായിരുന്നു. എങ്ങും പോകണ്ട. എന്തിനാ കഥ അടച്ചത്? അറിഞ്ഞൂടെ? കൊള്ളാമല്ലോ. പ്രേമം, ഗർഭം, അബോർഷൻ എല്ലാം കഴിഞ്ഞു, എന്നിട്ടും അറിഞ്ഞുകൂടുന്നു. അങ്ങേ ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ വിചാരിച്ചത്. എന്താ, നല്ല മനുഷ്യർക്ക് ഇതൊന്നും പാടില്ലേ? അയ്യോ, ലജ്ജയുണ്ടോ? ലജ്ജയുണ്ടോ നിങ്ങൾക്ക്? ജോലിക്ക് പോയവൾ അവിടെ താമസിക്കില്ലേ? അത് ശാന്തമ്മ പറയാം. ഒന്നും പറയണ്ട. സ്കൂട്ടറിന്റെ പുറകെ ഇരുത്തി കൊണ്ടുവന്നിരിക്കുന്നു നാട്ടുകാരുടെ മുമ്പിലൂടെ. നാട്ടുകാരെ പേടിച്ച് മനുഷ്യത്വം ഇല്ല പെരുമാറണമെന്നുണ്ടോ? അപ്പോൾ നിന്റെ അനിയത്തിയ. ചേച്ചി, നിന്റെ ചേച്ചിയാണെന്ന് പറയാൻ എനിക്ക് മടിയാണ്. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ചേച്ചി എനിക്ക് ആശ്വാസം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിന് ആദ്യം നീ നന്നാവണമായിരുന്നു. ചേട്ടൻ നിനക്കൊരു നല്ല ജോലി വാങ്ങിച്ചു തന്നു, അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ടും നീ ആ ജോലി ഞാൻ ഉപേക്ഷിച്ചു ഇവിടെ താമസിക്കാൻ.
അല്ലേ? അല്ല, വീണ്ടും ഗർഭിണിയാകാതിരിക്കാൻ. ഓഹോ, അതിനെ ഈ വീടേ നീ കണ്ടുള്ളൂ അല്ലേ? നീ കാരണം ഞങ്ങളുടെ സ്വസ്ഥത മുഴുവൻ നശിച്ചു. എന്നും സന്തോഷമായിരിക്കാറുള്ള ചേട്ടൻ ഒന്ന് ഹൃദയം തുറന്ന് ചിരിച്ചിട്ട് എത്ര നാളുകളായി നിനക്കറിയാമോ? ഹൃദയം കാണാനും കാണിക്കാനും കഴിയില്ലല്ലോ ചേച്ചി. എന്നടി, അതിന് കഴിയുമായിരുന്നെങ്കിൽ നിന്നെ വളരെ മുമ്പേ ഞങ്ങൾ മനസ്സിലാക്കിയല്ലേ. എങ്കിൽ ഈ വീട്ടിന്റെ സമാധാനം നശിക്കില്ലായിരുന്നു. നമുക്ക് നമ്മുടെ അമ്മ നഷ്ടപ്പെടില്ലായിരുന്നു. ചേച്ചി, ആ രാജസ്ഥാനിലേക്ക് നഴ്സിംഗിന് നീ അയച്ച അപേക്ഷയുടെ മറുപടി വന്നിട്ടുണ്ട്. നിനക്ക് അഡ്മിഷൻ കിട്ടി. എന്ത് തീരുമാനമെടുക്കാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഊണ് കഴിക്കാൻ വരൂ. ഉഷയെ രാജസ്ഥാനിലേക്ക് അയക്കാൻ നീ തീരുമാനിച്ചോ? അവളെ പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലേ? അതല്ല, പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നീ കാണാറില്ലേ? എത്രയെത്ര സംഭവങ്ങൾ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എങ്ങനെ ജീവിക്കണമെന്ന് അവൾക്കറിയാം. വരൂ, വന്നൂണ് കഴിക്കും. നിങ്ങളുടെ കൂടെ ഞാനും ഇരിക്കട്ടെ. ചേച്ചിക്ക് ഇഷ്ടമാവില്ലെന്നറിയാം. എങ്കിലും ഒരുമിച്ചുണ്ണുകയും ഒന്നിച്ച് കിടക്കുകയും ചെയ്ത കാലങ്ങൾ ഓർത്തപ്പോൾ എന്തോ ഇന്നിങ്ങനെ തോന്നി. നാളെ ഞാൻ പോവല്ലേ? ചിലപ്പോ ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? ചേട്ടനറിയാമോ, പണ്ട് വീട്ടിൽ വെച്ച് ചേച്ചി അവിയലുണ്ടാക്കും. നല്ല രുചിയാ. ചിലപ്പോ ചേച്ചിക്ക് പോലും കൊടുക്കാതെ അത് മുഴുവൻ ഞാനെടുത്ത് തിന്നും. ചേച്ചി, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ഒരുപാട് വേദനിച്ചു. മനഃപൂർവ്വം അല്ലെങ്കിലും തെറ്റ് ചെയ്തവൾ ഞാനാണല്ലോ. എന്താ ഇത്? കരയുന്നോ? ചേട്ടാ,
ഞാൻ എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ മുഖത്ത് മറ്റൊരു സ്ത്രീ നോക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല. ചേട്ടൻ എന്റേതാണ്, എന്റേത് മാത്രം. ശാന്തമ്മേ, ഞാൻ നിന്നോട് ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. നിന്നോട് മാത്രമല്ല, ഈ കുടുംബത്തോട് മുഴുവൻ. ഞാൻ ചെയ്ത തെറ്റിന് ഏറ്റവും ശിക്ഷ അനുഭവിക്കുന്നത് നിന്റെ അനിയത്തിയാണ് ഉഷ. എന്തായി പറയുന്നത്? സത്യമാണ് ശാന്തമ്മേ. ഉഷ നശിക്കാൻ കാരണക്കാരൻ ഞാനാണ്. അവളന്ന് പറഞ്ഞ ആ ജെയിംസ് നിന്റെ ഭർത്താവാണ്. നീ ആശുപത്രിയിലായിരുന്ന ദിവസം, ശപിക്കപ്പെട്ട ആ ദിവസം, ഞാൻ ഏറ്റവും വലിയ പാപിയായി. നീ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പറയൂ, ഞാൻ എന്ത് വേണം? നീ എന്നോട് ക്ഷമിക്കില്ലേ? ഇതേപ്പറ്റി ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? എന്റെ പോലെ ഞാൻ എങ്ങനെയെല്ലാം വേദനിപ്പിച്ചു. ഇതറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ശാന്തമ്മേ, ഞാൻ അവളെ എത്ര തെറ്റിദ്ധരിച്ചു. ഇനി എന്റെ മോളെ ഞാൻ ഒരിടത്ത് അയക്കില്ല. വരൂ, എനിക്ക് അവളോട് ഇപ്പൊ തന്നെ മാപ്പ് ചോദിക്കണം. നാളെ പോകരുതെന്ന് പറയണം. വരൂ. ഉഷേ, ഉഷേ, ഉഷേ. മോഹം നൽകും തേൻ കനിവാ